ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാനൊന്നും അല്ല കേട്ടോ. പഴംപൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വെറുതെ എടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മൈദപ്പൊടി വേണം. മൈദപ്പൊടിയും പിന്നെ വെള്ളം നമ്മളിങ്ങനെ കുറച്ചിട്ട് ആവശ്യത്തിനിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇടുന്നുണ്ട്. പഞ്ചസാര നമ്മൾ ഇത്തിരി ഇടുന്നുള്ളൂ, ഒരുപാട് മധുരം ഇട്ടതിൻ്റെ ടേസ്റ്റ് പോക്കണ്ട. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, അതൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിൻ്റെ തിക്ക് പരിവം ഞാനിങ്ങനെ മെല്ലെ ഒരു മാവിൻ്റെ രീതിയിലാക്കി എടുക്കുന്നുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് കേസ് ഞാൻ ഒറ്റയ്ക്ക് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്, ജസ്റ്റ് സഹായിച്ചു കൊടുക്കാൻ പോയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ കുഴച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളുപ്പ്, അത് നമ്മൾ മധുരവും ഇതൊക്കെ ഒന്ന് ഒത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് ഇതിനെ തിക്ക് പരുവം മാറ്റിയെടുത്ത് ഒരു മാവിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് പഴം മുറിച്ചിടണം. അതിന് മുമ്പേ തന്നെ ഞാൻ ചീനച്ചട്ടി ഗ്യാസിലേക്ക് വെച്ചു. എന്നാൽ ഞാൻ പഴം മുറിച്ചിടുന്ന സമയം കൊണ്ട് അത് ചൂടാകും. പിന്നെ ഗ്യാസ് കത്തിക്കുമ്പോൾ എന്തോ കരട് കുടുങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഒരു കത്താൻ കുറച്ച് പണിയുണ്ട്, കത്തിയിട്ട് കെട്ടുപോകും. അപ്പോൾ പിന്നെ പഴം എടുത്തു, വലിയൊരു പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും എത്തും. പിന്നെ ഒരുപാടൊന്നും ആരും കഴിക്കില്ലല്ലോ, അതുകൊണ്ട് ഒരു പഴം മതി. ഇത് നല്ല വലിയ പഴമാണ്. പിന്നെ ഇത് ഭയങ്കരമായിട്ട് പകുത്തിട്ടില്ല. പിന്നെ എനിക്ക് പഴംപൊരി ഉണ്ടാക്കുന്ന രീതിക്ക് മുറിക്കാൻ അറിയാത്തതുകൊണ്ട് ആ മുറിക്കൽ ഞാൻ അമ്മയ്ക്ക് മുറിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ ഇളന്നി വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു അമ്മമ്മ തന്നപ്പോൾ. പിന്നെ ഞാനിത് ആ മാവിലേക്ക് പഴം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഇതിട്ട് കൊടുത്ത് ഗൈസ്. അപ്പോൾ ഒരു 2 ഉണ്ടാക്കി, പിന്നെ ബാക്കി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ വീഡിയോ എടുക്കുന്നതാണിത്. ഇവിടെ പഴംപൊരി ഉണ്ടാക്കുന്നതൊന്നും നടക്കാണ്ട് ഇതാണ് കഴിക്കുന്നതെന്നും പറഞ്ഞ് അമ്മ വീഡിയോ എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പഴംപൊരി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അതങ്ങനെ മാറ്റി വെച്ച് കഴുകി. പിന്നെ ബാക്കിയൊക്കെ അമ്മമ്മയാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലപ്ലപ്ലാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1-2 എടുത്തതൊന്നുമല്ല. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ആ പഴംപൊരി ഇങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ 2-4 ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി മൊത്തം അമ്മമ്മയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. കോഴിയതും വറുത്തതും ഒക്കെ തന്നെ അമ്മമ്മയാണ്. അപ്പോൾ പിന്നെ ഞാനും കഴിക്കാൻ നിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക ഇടയ്ക്കൊക്കെ. ഇതേ റെസിപ്പിയിൽ ഉണ്ടാക്കണമെന്നില്ല, ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വായിലിട്ടിട്ട് ആഹു ഈഹി എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാനിത് ജഗ്ഗിൻ്റെ മുകളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ജഗ്ഗ് എടുത്തപ്പോഴത്തേക്ക് ഇത് താഴെ വീണു. അതിനാണ് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിക്കുകയാണ്. പിന്നെ ഓർലിക്സും പിന്നെ പഴംപൊരിയായിരുന്നു. പഴംപൊരി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു ഡേറ്റ് ആയിരുന്നായിരിക്കും. ബൈ ബൈ.